ഹായ് ഡിയേഴ്സ്, മഹാലക്ഷ്മി ഇനി വരാൻ പോകുന്ന പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ തോമസ് വൈദ്യൻ്റെ ചികിത്സയാൽ മാത്രമേ ഇനി നമ്മുടെ മേഘനാഥൻ്റെ അച്ഛനായ വാമന് എഴുന്നേറ്റ് നടക്കാൻ കഴിയുള്ളൂ എന്നൊക്കെ വാമൻ മേഘനോട് പറയുന്നുണ്ട്. അപ്പം മേഘൻ പറയുന്നുണ്ട്, അച്ഛൻ പറഞ്ഞത് വളരെയധികം ശരിയാണ്. കണ്ണനെ പോലും അയാൾക്ക് എഴുന്നേറ്റ് നടപ്പിക്കാനും കാലുകൾ ചലിപ്പിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ അച്ഛനെ എന്തായാലും അയാൾക്ക് എഴുന്നേറ്റ് നടപ്പിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ഇനി അവിടെയാണ് എൻ്റെ കളി ഞാൻ കാണിക്കാൻ പോകുന്നത് മഹാലക്ഷ്മിക്കും കണ്ണനും എന്നൊക്കെ നമ്മുടെ മേഘനാഥൻ പറയുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ കണ്ണനും മഹാലക്ഷ്മിയും ഇങ്ങനെ സംസാരിക്കുന്നിടയിൽ നമ്മുടെ കണ്ണനോട് മഹാലക്ഷ്മി പറയുന്നുണ്ട്, എന്താ ഈ മുഖത്തൊരു വാട്ടം, എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കണ്ണേട്ടനോട് തോമസ് വൈദ്യൻ പറഞ്ഞതല്ലേ എഴുന്നേറ്റ് നടക്കാൻ സാധിക്കുമെന്ന്, അതൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് 2 ഗുണ്ടകൾ വരുന്നത്. ആ ഗുണ്ടകൾ മഹാലക്ഷ്മിയെ ഭയങ്കരമായിട്ട് പിടിച്ച് വലിക്കുകയും കത്തി കൊണ്ട് കുത്താനൊക്കെ ശ്രമിക്കുന്നുണ്ട്. കണ്ണനെയാണെങ്കിൽ ആ ഗുണ്ടകൾ ശ്വാസം മുട്ടിപ്പിച്ച് കൊല്ലാനാണ് ശ്രമിക്കുന്നത് തന്നെ. കണ്ണനും മഹാലക്ഷ്മിയും പരസ്പരം ഭയന്ന് നിൽക്കുന്ന ഒരു രംഗം തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. മഹാലക്ഷ്മിക്ക് കണ്ണൻ എന്തെങ്കിലും സംഭവിക്കുമോ എന്നായിരുന്നു പേടി. അതുപോലെ തിരിച്ച് കണ്ണനും അങ്ങനെ തന്നെയായിരുന്നു ചിന്തിച്ചിരുന്നത്. മഹാലക്ഷ്മിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നായിരുന്നു കണ്ണൻ്റെയും പേടി. എന്തായാലും കണ്ണൻ എങ്ങനെയൊക്കെയോ നമ്മുടെ ഇതിൽ നിന്ന് എഴുന്നേറ്റ് നമ്മുടെ മഹാലക്ഷ്മിയെ രക്ഷിക്കാൻ വേണ്ടി കണ്ണൻ്റെ പരിശ്രമം വിജയിപ്പിക്കുന്നുണ്ട്. കണ്ണനാണെങ്കിൽ മഹാലക്ഷ്മിയെ കത്തി കൊണ്ട് കുത്താൻ നോക്കുന്നവനെ പെട്ടെന്ന് പോയി ഇടിച്ച് തെറിപ്പിക്കുന്നൊക്കെയുണ്ട്. അങ്ങനെ കണ്ണൻ എഴുന്നേറ്റ് നടക്കുകയാണ് ചെയ്തത് തന്നെ. അങ്ങനെ കണ്ണൻ്റെ എഴുന്നേറ്റ് നടക്കൽ എല്ലാവർക്കും ഭയങ്കര അതിശയമായി. അങ്ങനെ കണ്ണൻ നമ്മൾ മഹാലക്ഷ്മിക്ക് വേണ്ടി അങ്ങനെ എഴുന്നേറ്റ് ആ കത്തി വാങ്ങിച്ച് മഹാലക്ഷ്മിയെ പിടിച്ച് നിൽപ്പിക്കുന്നവൻ്റെ നേരെ പോകാൻ നേരത്ത് നമ്മുടെ തോമസ് വൈദ്യൻ അങ്ങോട്ടേക്ക് ഭയങ്കര പൊട്ടിച്ചിരിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്ന ഒരു രംഗം തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ കണ്ണനും മഹിക്കും ഒന്നും മനസ്സിലാവുന്നേയില്ല, എന്താണ് ഇവിടെ നടക്കുന്നത് എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് നമ്മുടെ കണ്ണനും മഹിയാണെങ്കിൽ. അപ്പോൾ തോമസ് വൈദ്യൻ പറയുന്നുണ്ട്, ഞാൻ ഒരു തോമസ് വൈദ്യൻ എന്ന ആളാണ്, ഞാൻ ചിന്തിക്കാൻ പാടില്ലാത്ത ഒരു വൈദ്യൻ്റെ ഇതിലൂടെയാണ് ഞാൻ ചിന്തിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് കണ്ണന് ഇത്രയും പെട്ടെന്ന് എഴുന്നേറ്റ് നടക്കാൻ സാധിച്ചതും കണ്ണനെ വിശ്വസിപ്പിക്കാൻ എനിക്ക് കഴിയാത്തത് കൊണ്ടാണ് ഞാൻ കണ്ണനെ വിശ്വസിപ്പിക്കാൻ ഞാൻ ശ്രമിച്ചത്. കണ്ണന് എന്തായാലും എഴുന്നേറ്റ് നടക്കാൻ സാധിച്ചു. അത് മഹാലക്ഷ്മിയെ കൊല്ലാൻ ശ്രമിച്ച അയാൾക്ക് വേണ്ടി, തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയാണ് താനിപ്പോൾ എഴുന്നേറ്റ് നടന്നിരിക്കുന്നത്, തന്നെ കൊണ്ടത് കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് പൊട്ടിച്ചിരിച്ചുകൊണ്ട് തൻ്റെ ഒരു പരിശ്രമം വിജയിച്ചു എന്നുള്ള രീതിയിൽ നമ്മുടെ തോമസ് വൈദ്യൻ സംസാരിക്കുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ ഉണ്ണിയും കരുണയും പറയുന്നുണ്ട്, എന്തായാലും അവിടെ പോയിട്ടുണ്ടല്ലോ തോമസ് വൈദ്യൻ്റെ അരികിൽ, എന്തായാലും അയാളുടെ കാല് ചലിക്കുന്ന പോലെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. അയാളും അവളും ഇങ്ങോട്ടേക്ക് വന്നാൽ പിന്നെ ഞാൻ നോക്കിക്കോളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. ഞാനും നിങ്ങളും നിങ്ങളുടെ അച്ഛനൊക്കെ ഇതാക്കിയിട്ടും അയാളെ ഒന്നും കൊല്ലാൻ നിങ്ങൾക്ക് ആർക്കും സാധിച്ചില്ലല്ലോ. എന്തായാലും ഇനി എൻ്റെ കയ്യിൽ ഒരു ആയുധമുണ്ട്, ഞാൻ എന്തായാലും അത് ഇറക്കാൻ പോവുകയാണ്, എനിക്കെന്തായാലും ഇനിയൊന്നും നോക്കാനില്ലെന്നൊക്കെ കരുണ പറയുന്നുണ്ട്. അങ്ങനെയാണ് ഈ ഒരു പ്രൊമോ റിവ്യൂ അവസാനിക്കുന്നത്. ഈ ഒരു സീരിയൽ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. അപ്പോൾ മറ്റൊരു പ്രൊമോ ആയിട്ട് വരാം. ഗുഡ് ബൈ.